ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ പോയപ്പം വിസിറ്റ് ചെയ്തൊരു അമ്പലമാണ് ശ്രീ ഗോലു ദേവദാ മന്ദിർ. ഉത്തരാഖണ്ഡിലുള്ളതാണ്. ഇതൊരു മലയുടെ മുകളിലായിട്ടാട്ടോ ഈ അമ്പലം ഉള്ളത്. നമ്മൾ കുറേ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴാണ് ഈ അമ്പലത്തിൽ നമ്മൾ ചെല്ലുന്നത്. രണ്ട് സൈഡിലായിട്ട് കുറേ വലിയ മണികളൊക്കെ തൂക്കിയിട്ടേക്കുന്ന കാണാം. രണ്ട് സൈഡിൽ മാത്രമല്ല, അമ്പലം ഫുൾ മണികളാണ്. ഇത് ബെൽ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രത്യേക വൈബാണ് നമുക്ക് ഈ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും കിട്ടുന്നത്. നമ്മൾ ഈ അമ്പലത്തിന് പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല മഞ്ഞും കോടയൊക്കെയുള്ള നല്ല അടിപൊളി വ്യൂ ആണ്. ഈ അമ്പലം 12th സെഞ്ച്വറിയായിട്ടുള്ളതാണ്. ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഗോലു ദേവത ഇന്ത്യയിലെ കുമയൂണി സമുദായത്തിൻ്റെ ഒരു ദേവതയാണ്. ഗോഡ് ഓഫ് ജസ്റ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. പരമശിവൻ്റെ ഒരു അംശമാണ് ഗോലു ദേവത. നമ്മൾ ഈ അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പം തൊട്ട് നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ മണിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാവേ. ഈ അമ്പലത്തിൽ ലക്ഷക്കണക്കിന് മണിയാണുള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ പല അമ്പലങ്ങളിലും മണി കിട്ടുന്ന അമ്പലങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ മണി കിട്ടുന്നത്. വലുതും ചെറുതുമായിട്ട് പല സൈസിലുള്ള കുറേ മണികളുണ്ട് ഇവിടെ. ലക്ഷക്കണക്കിന് മണികളാണ് ഇവിടെ കെട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ പേപ്പറിൽ എഴുതി കൊടുക്കുന്നവരുണ്ട്. പേപ്പറിലൊക്കെ എഴുതി അവിടെ ഇങ്ങനെ കെട്ടുന്നത് കാണാം. ഞങ്ങൾ പോയ ദിവസം അമ്പലത്തിൽ വെച്ചിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കയറി ചെന്ന സമയത്ത് അമ്പലത്തിൽ പൂജ നടക്കുമായിരുന്നു. അപ്പോൾ പൂജയുള്ള സമയത്ത് നമുക്ക് തൊഴുവാൻ ഒക്കത്തില്ല. പൂജ കഴിയുമ്പോഴായിരുന്നു നമുക്ക് തൊഴുവാൻ പറ്റുന്നത്. അതുവരെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല അടിപൊളി വൈബാണ്. അമ്പലത്തിൽ ഫുൾ മണിയാണ്. എവിടെ പോയാലും മണിയാണ്. നല്ല വലുതും ചെറുതുമായിട്ട് പല സൈസിലുള്ള മണികൾ ഇങ്ങനെ കെട്ടിയേക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. നമ്മുടെ ഇവിടെ കൊല്ലത്തും ഇതേപോലെ മണി കിട്ടുന്ന അമ്പലങ്ങളുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇത്രയും മണികൾ ഞാൻ കണ്ടിട്ടില്ല. ഒരു മരത്തിന് ചുറ്റുമല്ല നമ്മൾ അവിടെയൊക്കെ മണി കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം ഫുള്ള് അകത്തും പുറത്തും എല്ലാം മണിയാണ്. നമ്മുടെ അമ്പലങ്ങളിൽ പൂജ കഴിയുമ്പം ഇടുന്ന മ്യൂസിക്കും ഈ അമ്പലത്തിൽ ഇട്ട മ്യൂസിക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് തൊഴുതത്. കാരണം കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണുമൊക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അവരുടെ ഡ്രസ്സിങ്ങൊക്കെ നമ്മളുടെ ഇവിടുത്തെ കാട്ടിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഈ അമ്പലം ടൂർ ഗൈഡ് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അല്ലാതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ നല്ലൊരു അമ്പലമാണ്. നിങ്ങൾ എന്തായാലും നൈനിറ്റാളിൽ ഉത്തരാഖണ്ഡിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യണം. പ്രത്യേക ഒരു വൈബാണ്. പിന്നെ ഇവിടെ ഭദ്രകാളിയുടെയൊക്കെ വലിയൊരു പ്രതിഷ്ഠ തന്നെയുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തായിരുന്നു. പിന്നെ വേറെയും കുറേ പ്രതിഷ്ഠകളുണ്ട് അവിടെ. കുറേയൊന്നും എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. കുറേയൊക്കെ അറിയാമായിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ച് മണി കിട്ടിക്കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയുന്നത്. അതിന് കൂടെ തന്നെ ഒരു നോട്ടും കൂടെ എഴുതി വെക്കും. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേപ്പറിൽ എഴുതി അത് മണിയോട് ചേർത്താണ് കെട്ടുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പം അറിയായിരിക്കും. ഓരോ മണിയുടെയും അടുത്തായിട്ട് തന്നെ ഓരോ നോട്ടും കാണാം. പിന്നെ നമ്മൾ ഇതേപോലെ ക്യൂ നിന്നിട്ടാണ് കേട്ടോ കണ്ടത്. കുറച്ച് നേരം ക്യൂ നിന്നു. കാരണം പൂജയും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി തുറക്കാനായിട്ട് അമ്പലം. ഇതാണ് പ്രതിഷ്ഠ. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ എല്ലാം തൊഴുതിന് ശേഷം അവിടെ ചുറ്റിക്കറങ്ങി കണ്ടു കുറേ നേരം. കാരണം അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ അവിടെയുള്ള മിക്ക അമ്പലങ്ങളിലും ഈ ബാബാമാരെയൊക്കെ പൂജിക്കുന്നതാണ് നമുക്ക്. നിങ്ങളിവർ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഈ അമ്പലം എന്തായാലും വിസിറ്റ് ചെയ്യണം. നല്ലൊരു അമ്പലമാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.